ഒരു പ്രൈമറി വിദ്യാലയത്തിലെ അധ്യാപകനാണ്. ആ സമയത്ത് തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമാണ്. ഒരു വലിയ ആൾക്കൂട്ടത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരാൾ കൂടിയാണ്. നമ്മുടെ നാട്, പ്രത്യേകിച്ച് മലബാറിലെ പഴശ്ശി പരിസര പ്രദേശങ്ങളൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് സമര പോരാട്ടങ്ങളുടെ രണഭൂമിയായിരുന്നു. എനിക്ക് മാഷയുടെ രചനകൾ പരിചയപ്പെട്ട് തുടങ്ങുമ്പോൾ ഇത്തരം സമര സംഭവങ്ങളുടെ വാർഷികങ്ങൾ, ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. വളരെ വിശദമായ ലേഖനങ്ങളാണ്. ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ആ രേഖപ്പെടുത്തുന്ന ആളുടെ രചനയുടെ ഒരു വൈഭവം അത് വായിച്ചെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. വളരെ വിരസമായ ചരിത്രത്തെ വായനക്കാർക്ക് എളുപ്പത്തിൽ അല്ലെങ്കിൽ താല്പര്യത്തോടുകൂടി വായിക്കാൻ ഉതകുന്ന ഒരു ഭാഷാശൈലി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. നമുക്ക് എഴുത്ത് വായനയുമാണ്. എഴുത്തിന്റെ വഴികളിലേക്ക് ചുവട് വെച്ച് തുടങ്ങിയത് എപ്പോഴാണ് എന്ന് നമുക്ക് ചോദിക്കാം. വളരെ നന്ദി. ഇവിടെ ഇത്തരം ഒരു ഇരിപ്പിടം തന്നിട്ടുള്ളത് മീഡിയ, അതുപോലെ തന്നെ അതിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള ബാബ മണ്ണൂരും എൻ്റെ അകവഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ കേൾക്കാനായി ഇത്തരം ഒരു സദസ്സുണ്ടാകും എന്ന വലിയൊരു ധാരണയും എനിക്കുണ്ടായിരുന്നില്ല. ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അത്രനാണ്ട് ഒരു ധാരണയുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് എന്നോട് സംസാരിക്കാൻ എന്നെക്കാളെല്ലാം വലിയ പ്രഗത്ഭ വ്യക്തിയായിട്ടുള്ള നമ്മളെ കൃഷ്ണകുമാറിനെ പറഞ്ഞത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരല്പം സങ്കോചം തോന്നുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു റേഡിയോ നിലയം പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് FM റേഡിയോ നമ്മുടെ നാട്ടിലാണ്. ആ FM റേഡിയോ എന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ കൃഷ്ണകുമാർ ഡയറക്ടറായിട്ടുള്ള മലബാർ റേഡിയോ എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തെ, നമ്മുടെ നാടിൻ്റെ ദേശീയതയെ, അതിൻ്റെ പ്രത്യേകതയെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയാണ്. നേരത്തെ കണ്ടു നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ FM നിലയത്തിൽ അവിടെ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹം വന്നു എന്നുള്ളത് അങ്ങേയറ്റം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ചില വിയോജിപ്പുകളുണ്ട്. അതിൽ ഒരു വലിയ എഴുത്തുകാരനൊന്നുമല്ല ഞാൻ, അത്രക്കാണ്ട് കഴിയുമെന്ന് എനിക്കില്ല. എൻ്റെ ഭാഷാശൈലിയൊക്കെ അദ്ദേഹം പ്രകീർത്തിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. എങ്ങനെയാണ് നാട്ടുകാർ അത് സ്വീകരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞില്ല. ഞാനിങ്ങനെ എഴുത്തിൻ്റെ രംഗത്തേക്ക് കടന്നു വരാൻ ഒന്നും ഉദ്ദേശിക്കാത്ത ഒരാളായിരുന്നു. പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്താണ്, കോളേജ് ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുന്ന അവസരത്തിലാണ് അവിടുത്തെ മാഗസിനിൽ കുചേരപുരാണം എന്ന് പറയുന്ന ഒരു കഥ എഴുതി കൊടുത്തു. ആ കഥ വായിച്ചവരന്ന് സാമാന്യം നന്നായി എന്ന് പറയുന്നത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവിന് തന്നെ ആ കഥ പിന്നീട് കാരണമായി എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ വീട്ടിനടുത്ത് തന്നെയുള്ള, ഞാൻ 33 വർഷക്കാലം അധ്യാപകനായി ജോലി ചെയ്തിട്ടുള്ള ആ വിദ്യാലയത്തിലെ മാനേജർ എന്നെ അവിടെ അധ്യാപകനായി നിയോഗിക്കുന്നത്, ഞാൻ അധ്യാപക പരിശീലനത്തിന് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോയിട്ടുള്ള ഘട്ടത്തിൽ തന്നെ ആ കഥ വായിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ പയ്യൻ, ഈ ചെക്കൻ എൻ്റെ വിദ്യാലയത്തിൽ അധ്യാപകനായിട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ അമ്മാവനെയും മറ്റുമൊക്കെ കണ്ട് ഞാൻ അറിയാതെ ആ വിദ്യാലയത്തിൽ എനിക്ക് ഒരു സീറ്റ് ഉറപ്പിക്കാൻ ചെയ്തു. അതിനാധാരമായത്, കാരണമായത്
ഈ കഥയാണ് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം കഥകളിലേക്കും എഴുത്തിലേക്കും ഒന്നും വലിയ തോതിൽ ഞാൻ കടന്നു പോയിട്ടില്ല. വല്ല ഇതുപോലുള്ള മാസികകളിലോ അല്ലെങ്കിൽ സൂര്യകളിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കുക എന്നതിലുപരി വലിയ തോതിലൊന്നും എഴുത്തിൻ്റെ രംഗത്തേക്ക് കടന്നു കൊണ്ടിരുന്നില്ല. എഴുത്തിൻ്റെ രംഗത്തേക്ക് കടന്നു വരാൻ ഇടയാക്കിയത് ഒരുപാട് പേരെ പോലെ എനിക്കും നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലുള്ള ഒരു അനുഭവങ്ങളാണ്. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ വായിക്കുക, അതുപോലെ വീട്ടുകാര്യങ്ങൾ നോക്കുക, പുറത്തോട്ടൊന്നും ധാരാളമായി പോകുന്നില്ല. ആ ഒരു ഘട്ടത്തിലെ സമയ ലാഭമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി കളയണം എന്നൊക്കെ തോന്നുന്നു. ഞാൻ ചെറുതെല്ലാം എഴുതി ഒരു 4-5 പുസ്തകങ്ങളൊക്കെ ആയി. അതൊക്കെ എത്രത്തോളം സ്വീകാര്യമാണ് എന്നുള്ളത് എനിക്കല്ല, ഞാനല്ല പറയുന്നത്, വായനക്കാരാണ്. അവരാരെങ്കിലും അത് വായിച്ച് നല്ലത് എന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൃഷ്ണകുമാറിനെ കുറിച്ച് പറയാനുള്ളത്, ഞാനെൻ്റെ ആദ്യത്തെ കഥാസമാഹാരം, അതിൻ്റെ പേര് മേലേരി എന്നാണ്. ആ കഥാസമാഹാരത്തിലെ മാതൃത്വം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ ഞാൻ നഗരസഭ ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിൽ ജാഗ്രതാ സമിതിക്ക് മുമ്പിൽ വന്ന ഒരു അനുഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. നമ്മുടെ മുതിർന്ന പൗരന്മാരോട്, പ്രത്യേകിച്ച് വിധവകളും അതുപോലെ പ്രായം ചെന്നവരുമായിട്ടുള്ള സ്ത്രീകളോട്, അവരുടെ മക്കളും നമ്മുടെ തലമുറയിലൊക്കെ കാണിക്കുന്നതായിട്ടുള്ള അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ ഞാനൊരു കഥ ഉൾക്കൊള്ളിച്ചപ്പോൾ ആ കഥ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ അത് നാടകമാക്കി മാറ്റി കൃഷ്ണകുമാർ തന്നെ രചന നടത്തി. കണ്ണൂർ ഇവിടെ മലബാർ റേഡിയോയിൽ അത് പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അതെനിക്കുള്ള ഒരു വലിയ അംഗീകാരമാണ്. പറയാനുണ്ട്, ചോദ്യകർത്താവിനാണ് ഇവിടെ പ്രാധാന്യം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പക്ഷെ ആദ്യം അമുഖമായിട്ട് പറഞ്ഞൊരു കാര്യത്തില് ഈ കാണുന്ന സദസ്സ് മാത്രമല്ല നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാവിയുടെ MADയുടെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കേവലം നമ്മുടെ GP സ്കൂളിൽ മുമ്പിലിരിക്കുന്ന കുറച്ച് 60-70 പേര് മാത്രമല്ല, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഒരുപാട് ഈ MADയുടെ പ്രേക്ഷകരാണ്. അതുകൂടി അറിയുമ്പോഴാണ് നമ്മൾ അല്പം കൂടി ഒരു കൃത്രിമത്തിലേക്ക് പോകുന്നത്. പക്ഷെ മാതൃത്വത്തെ കുറിച്ചുള്ള അതിന് മുമ്പ് ഈ കുചേല നൃത്തം അല്ലെങ്കിൽ കുചേല നൃത്തമാണ് പുരാണം. കുചേല പുരാണമാണ് ഒരു 5 പതിറ്റാണ്ട് മുമ്പായിരിക്കും, 1971 അപ്പൊ അതിനേക്കാൾ 50 വർഷത്തിനേക്കാൾ അധികമായി. അപ്പൊ അതിന്റെ പ്രമേയമോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അത് എന്തെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കുചേല, ആ കുചേലന്റെ കഥയുണ്ടല്ലോ, നമ്മുടെ കുചേലും ശ്രീകൃഷ്ണൻ, അതുപോലെ ശ്രീകൃഷ്ണൻ തമ്മിലുള്ള ആ കഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിനെ ഒന്ന് പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് പുതിയ കാലത്തെ അപ്പോൾ അവിടെ ചെന്ന അവസരത്തിൽ പട്ടിയെ അഴിച്ചുകൊണ്ടുകൊണ്ട് തൻ്റെ തടി രക്ഷപ്പെടുത്തുന്ന രീതിയാണ് ആ കഥയെ ഞാൻ ആവിഷ്കരിച്ചത്. അപ്പോൾ അക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ള അന്നത്തെ ഒരു കൊച്ചു ഭാവനയിൽ, അന്നത്തെ ചെറുപ്രായത്തിലെ ഭാവനയിൽ തോന്നിയിട്ടുള്ള ഒരു കഥ മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു കോപ്പി പോലും ഇന്ന് എവിടെയും കിട്ടാനില്ല. ഞാൻ കോളേജിലെടുത്ത് ആ പഴയ മാസിക കിട്ടും, പതിപ്പ് കിട്ടുമെന്നൊക്കെ ഞാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. ആദ്യത്തെ കഥാസമാഹാരം മേലേരി ഞാനൊക്കെ സൂചിച്ചതുപോലെ അതൊരു കഥ, ഒരു ക്രിയേറ്റീവ് എഫേർട്ടാണ്. പറയാം, കൃത്രിമമായ കഥയും കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലങ്ങളുമാണ് ഒരു സംവിധാനമായ എഴുതുകാരൻ അവിടെ സൃഷ്ടിക്കുക. പക്ഷെ അതിൽ മാത്രത്തിൽ കൂടാതെ മറ്റൊരു കഥയിൽ അധ്യാപകനായിട്ടൊരു സ്ഥലത്ത് പ്രവേശിക്കുമ്പോഴുണ്ടായിരുന്ന ആ നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴുണ്ടാകുന്ന കുറേ കാര്യങ്ങളൊക്കെ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആത്മകഥാംശമായ കുറച്ച് മാതൃത്വത്തിനെയാണ്. അതുകൂടാതെ മറ്റു കഥകളും അങ്ങനെയാണ്.
ആത്മകഥാംശമുള്ള എൻ്റെ എല്ലാ കഥകളും ആത്മകഥാ വശമാണ്. ഞാൻ എൻ്റെ അധ്യാപക ജീവിതത്തിനിടയിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ, എൻ്റെ നഗരസഭാ ജീവിതത്തിനിടയിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ, എൻ്റെ പൊതുപ്രവർത്തനത്തിനിടയിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കഥകളിലെ എന്താ പറയുക, ആ ഒരു അനുഭവമാണ് പിന്നീട് എൻ്റെ കഥകളായി രൂപപ്പെടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഒരാൾക്കുണ്ടായിട്ടുള്ള തീണ്ടലും തൊടിയിലും നടക്കുന്ന ഒരു അനുഭവമാണ് എച്ചിലീല എന്ന് പറയുന്ന എൻ്റെ ഒരു കഥകളുടെ പ്രമേയം. ഞാൻ അതിനകത്ത് സ്വീകരിച്ചുള്ളൊരു ഭാഷയുണ്ട്. ആ ഭാഷ എന്ന് പറയുന്നത് ഒരു 60-70 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഗ്രാമ്യ ഭാഷയെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ മിക്കവാറും കഥകൾക്കകത്ത് അത് നിങ്ങൾക്ക് വായിക്കുന്നവർക്ക് കാണാനാകും. ആ കഥയും ആ നിലയിലാണ്. അപ്പോൾ അതിനകത്ത് ഒരു ആത്മകഥാംശമുണ്ട് എച്ചിലേക്ക്. ഇങ്ങനെ ഓരോന്നിനും ഇതിന് ചിലയിടങ്ങളിൽ ചെന്ന ആളുകൾ ഇതിലെ മട്ടന്നൂരിൻ്റെ ചരിത്രം, മട്ടന്നൂരിൻ്റെയും പരിസര പ്രദേശത്തെയും ചരിത്രം തയ്യാറാക്കുന്നതിന് വേണ്ടി മട്ടന്നൂർ നഗരസഭയുടെ ചെയർമാൻ ആയിരിക്കുന്ന അവസരത്തിൽ ഞങ്ങളൊരു പദ്ധതി ആവിഷ്കരിച്ചത്. അതിൻ്റെ ഭാഗമായി നഗരസഭ ചെയർമാനായിരിക്കുന്ന സമയത്ത് അത് പൂർത്തീകരണത്തിലെത്തിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും ചെയ്യാൻ സാധിച്ചില്ല. അവസാനം ആ പ്രവർത്തനം നഗരസഭയുടെ ചെയർമാന്റെ കസേരയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ തന്നെ അത് നേരിട്ട് ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ എനിക്ക് എൻ്റെ കഥക്കകത്ത് ഒരുപാട് കഥാംശങ്ങൾ ആ ചരിത്ര ശേഖരണത്തിൽ നിന്ന് എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അതൊരു മലയ സമുദായത്തിലെ തെയ്യം കലാകാരനായിട്ടുള്ള ഒരാളുടെ കഥയാണ്. അതായത് ജന്മിത്ത ചൂഷണത്തിൻ്റെ കാലഘട്ടത്തിൽ അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കൊടും പീഡനത്തിൻ്റെ കഥയാണ് ആ മേലേരി എന്ന കഥക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ കഥാപാത്രം പണിക്കർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അക്കാലഘട്ടത്തിൽ എല്ലാ ഈ മലയ സമുദായത്തിൽപ്പെട്ടവർക്കൊക്കെ പലതരത്തിലുള്ള ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളൊക്കെ നിർവഹിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ജന്മിമാരുടെ അനുവാദമാണ്. വളരെയേറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം മലയിലെ പെണ്ണ് ഗർഭിണിയായി 5-ാം മാസം ഉളികുടി നടത്തുക എന്നുള്ള ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് നിർവഹിക്കണമെങ്കിൽ ജന്മിത്തമ്പുരാന്റെ അനുവാദം വേണം. ജന്മിത്തമ്പുരാന്റെ മുമ്പിലേക്ക് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ പറമ്പിൽ വളർന്ന ഒരു മുഴുത്ത വാഴക്കൊലയൊക്കെ വെട്ടി കുറച്ച് പുകയും വെറ്റിലയൊക്കെ വാങ്ങി ഇദ്ദേഹം ചെല്ലുക. അപ്പൊ ചെല്ലുമ്പോൾ ജന്മിത്തമ്പുരാന്റെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതെ ഈ മലയുടെ ഭൂമിക്ക് പുറപ്പാട് കൊടുക്കുന്നില്ല. പുറപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പുതിയ കാലഘട്ടത്തിലെ ആളുകൾക്ക് മനസ്സിലാവുന്നത് അറിഞ്ഞുകൂടാ. അത് പഴയ കാലത്ത് ജന്മിമാർക്ക് കൊടുക്കേണ്ട വാരപാട്ടമാണ്. പറമ്പിന് കൊടുക്കുന്നതായിട്ടുള്ള പ്രത്യേക നികുതിയാണ് ഈ പുറപ്പാട് എന്ന് പറയുന്നത്. കോട്ടയം തമ്പുരാക്കന്മാരാണ് ആ കാലഘട്ടത്തിലെ തെയ്യം കെട്ടുന്ന സമുദായക്കാർക്ക് ഭൂമി നീർവെട്ടി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നീർവെട്ടി കൊടുത്തിട്ടുള്ള ഈ ഭൂമിക്ക് അന്ന് തമ്പുരാക്കന്മാർ, അന്ന് പ്രത്യേകിച്ച് പഴശ്ശി തമ്പുരാനാണ്, അവര് ഇതിൽ പുറപ്പാട് വാങ്ങിച്ചിരുന്നില്ല, നികുതി വാങ്ങിച്ചിരുന്നില്ല, വാരം വാങ്ങിച്ചിരുന്നില്ല, കരമൊഴിവായി കൊടുക്കുകയാണ്. പക്ഷെ പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നപ്പോൾ ഈ രാജാക്കന്മാരൊക്കെ പോയി അവരുടെ കയ്യിലുള്ള ഭൂമിയെല്ലാം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്ത ഭൂമി ജന്മിമാർക്ക് ക്രയവിക്രയാവകാശങ്ങളോടുകൂടി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി നേരത്തെ കരമൊഴിവായി കൊടുത്തിട്ടുള്ള ഭൂമിക്ക് പുറപ്പാട് കൊടുക്കേണ്ടതായി
ജന്മി തമ്പുരാൻ ഇദ്ദേഹം ഈ വാഴക്കൊലയൊക്കെ എടുത്ത് തലയിൽ എന്ന തോർത്ത് അരയിൽ കെട്ടി റാ എന്ന ആകൃതിയിൽ പറഞ്ഞു നിന്ന് റാൻ എന്ന് പറഞ്ഞ് അടിയെന്ന് പറഞ്ഞു ഇങ്ങനെ എന്താ താൻ എന്താ വന്നത് ചോദിച്ചപ്പോൾ അടിയൻ ഇങ്ങനെ വീട്ടിലെ പെണ്ണിന് പിന്നെ വയറ്റിലുണ്ട്, പിന്നെ ഇത് എന്താ പറയുക ചടങ്ങ് നിർവഹിക്കണം, അതിനുള്ള അനുവാദം വരണമെന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് എൻ്റെ ചുമരിലിട്ട് തോർത്തെടുത്ത് കുടഞ്ഞ് ആട്ടുകയാണ്. ആട്ടി പറഞ്ഞയക്കുകയാണ്. ആട്ടി പറഞ്ഞയക്കുന്ന സമയത്തുള്ള ഒരു സ്ഥിതിയുണ്ട്. ഈ അരയിൽ കെട്ടിയ തോർത്ത് ഈ പണിക്കൽ തലയിലെടുത്ത് കെട്ടി കാർപ്പിച്ചൊരു തുപ്പം തുപ്പി വാഴക്കൊലയെടുത്ത് ചുമല് വെച്ച് നിവർന്ന് നിന്ന് നടക്കുന്നതായിട്ടുള്ള ഒരു ഭാഗം അതിനകത്തുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ അന്ന് രാത്രിയോടുകൂടി ഈ മലയിൻ്റെ പുര ജന്മി തമ്പുരാന്റെ കാര്യസ്ഥന്മാർ വന്നു തീ വെച്ച് നശിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ആ കഥയിലേക്ക് കൂടുതലായി പോകുന്നത്. താല്പര്യമുള്ളവർക്ക് എനിക്ക് തോന്നുന്നത് ആ പുസ്തകം നിന്ന് അവർക്ക് പബ്ലിക്കേഷനിലാണ് പുസ്തകം കിട്ടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിന്തയാണ് പുസ്തകിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള അതായത് മലയ സമുദായത്തെ കുറിച്ച് മട്ടന്നൂർ നഗരത്തിനകത്തുള്ള വ്യത്യസ്ത സമുദായങ്ങളുടെ ചരിത്രത്തെ പഠിക്കുന്നതിന് വേണ്ടി ചേർന്ന അവസരത്തിലാണ് ഒരു സംഭവ കഥ എൻ്റെ മനസ്സിലേക്ക് ലഭിക്കുന്നത്. അതിനെ അടിസ്ഥാനമാക്കി ഞാനത് കഥ തയ്യാറാക്കാൻ ഇങ്ങനെ ഓരോ കഥക്കും ആത്മാംശമായിട്ടുള്ള ഒരു അനുഭവം, അതിൻ്റെ അനുഭവ സാക്ഷ്യമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കൃഷ്ണകുമാർ പറഞ്ഞത് വളരെ സത്യമാണ് എന്നുള്ളതാണ് ഞാൻ പറയാറുള്ളത്. തീർച്ചയായിട്ടും ഒരു കലാകാരന്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് മാഷുടെ രചനകളിൽ നമ്മൾ പ്രതിഫലിക്കുന്നത്. ആദ്യത്തെ കഥാസമാഹാരമായ മേലേരിയിൽ തന്നെ എന്ന് പറയുന്നത് മാഷുടെ മാതൃത്വം എന്നൊരു കഥ. അത് ഞാൻ മേലേരിയിലെ മുഴുവൻ കഥകൾ വായിച്ചത് മാതൃത്വമാണ് നാടകരൂപത്തിൽ പ്രക്ഷേപണം ചെയ്തിട്ടുള്ളത്. അതിൽ അഭിനയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മാഷ ചില കഥകളൊക്കെ മാഷുടെ ശബ്ദത്തിൽ തന്നെ അവിടെ വായിച്ചിട്ടുണ്ട്. ഒരു ചെയർമാൻ, നഗരസഭയുടെ ചെയർമാൻ എന്ന രീതിയിൽ ഒരുപാട് ചുമതലകൾ ഉള്ള ഒരാളാണ്. ഒരുപാട് ആളുകൾ തന്റെ ചേമ്പറിൽ വരികയും പോവുകയും ചെയ്യും. അങ്ങനെ വന്ന ഒരു അമ്മ, ഒരു വല്യമ്മ ക്രിസ്റ്റി, അവരുടെ മാനസികമായ പ്രയാസങ്ങൾ മനസ്സിനകത്ത് നിലനിൽക്കുകയും അത് അക്ഷരമായി കുറെ കാലത്തിന് ശേഷം പുനരവതരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അനുഭവങ്ങളാണ് കലാകാരൻ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പുതിയ എഴുത്തുകാർക്ക് നൽകുന്ന ഒരു പാഠമാണ്. അനുഭവ സമ്പത്തില്ലാതെ എഴുതാൻ തുടങ്ങുന്നവർക്കൊരു പാഠമാണ്, ഒരു തിരുത്താണ് രചനകൾ. പക്ഷേ ഈ നേരിട്ട് കാര്യം പറയപ്പെടാൻ ശ്രമിച്ചൊരു കാര്യമാണ് ചരിത്രരചന. നഗരസഭ ചെയർമാനായിരിക്കുമ്പോൾ മട്ടന്നൂരിന്റെ ചരിത്രം കേവലം ഒരു ചെയർമാൻ മാത്രമല്ല, ഭാസ്കരൻ മാഷ് മാത്രമല്ല, മട്ടന്നൂരിലെ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, സാംസ്കാരിക താല്പര്യമുള്ള പ്രവർത്തകർ, വായനശാലകൾ, 100-ലധികം ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് മട്ടന്നൂരിന്റെ ചരിത്ര രചന അദ്ദേഹത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചത്. പല സന്ദർഭങ്ങളിലും ചെയർമാന്റെ ചേമ്പറിൽ ഞാനും സെക്രട്ടറി കുമാരനാരും ഒരുപാട് ആളുകൾ ഇരിക്കും. മാഷ് തയ്യാറാക്കിയത് വായിക്കും, അതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കോളേജിലെ കുട്ടികളുടെ ഈ സ്ഥലങ്ങളിൽ പോയിട്ട് വിവരസമാഹരണം, അങ്ങനെ ഒരു നാടിന്റെ ചരിത്രം നാട് മുഴുവനെ കൂടി ചേർന്ന് എഴുതുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുക്കാൻ മാഷ് സാധിച്ചു. പക്ഷെ അത് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നഗരസഭ ചെയർമാന്റെ പദവിയിൽ നിന്ന് മാറിയതിനു ശേഷം മാഷ് തന്നെയാണ് ഒരു കഥകളായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാഷോട് അടുത്തൊരു ചോദ്യമാണ്, ചരിത്രം വഴികൾ നമ്മൾ ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ ചരിത്രമോ അല്ലെങ്കിൽ വിദേശ ഉത്തരേന്ത്യൻ രാജ്യങ്ങളുടെ ധർമ്മപരിഷ്കാരങ്ങളോ അല്ല. എംടി പറഞ്ഞതുപോലെ അകലങ്ങളിലെ മഹാസാഗരങ്ങളെക്കാൾ എനിക്കിഷ്ടം അരികിലെ നിലയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മട്ടന്നൂരിനോടൊരു കഥ പറയാം, പഴശ്ശിക്കൊണ്ടൊരു കഥ പറയാം. അത് അറിയണം, നാട്ടുകാർ അറിയണം എന്നൊരു താല്പര്യത്തോടെയാണ് അദ്ദേഹം ഈ രചന ശ്രമം ആരംഭിക്കുന്നത്. അതിൻ്റെ ഒരു പരിപൂർണ്ണത നമുക്ക് എപ്പോഴാണ് കിട്ടാൻ സാധിക്കും? മട്ടന്നൂരിന്റെ സമഗ്ര ചരിത്രം, മട്ടന്നൂരിന്റെ സമഗ്ര ചരിത്രം എനിക്ക് തോന്നുന്നൊരു 10-800 പേജുകളിലായിട്ട് അത് രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. അതിനകത്താണ് പഴശ്ശി.
ഇന്ത്യയിലെ 100-100 വരുന്ന ക്ഷേത്രങ്ങൾ, അതുപോലെ കാവുകൾ, മറ്റ് ആരാധനാലയങ്ങൾ, അതിനെല്ലാം സംബന്ധിച്ചിടത്തോളമുള്ള ആരാധനാ വഴികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക, മറ്റുള്ളവരുടെ ആരാധനാ വഴികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക പുസ്തകം ഇതിനകം കൈരളി പുസ്തകം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് മറ്റുള്ളവരിൽ മിക്കവാറും ക്ഷേത്രങ്ങളെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, കാവുകളെക്കുറിച്ചാണെങ്കിൽ ആ കാവുകളിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളെ, കോലങ്ങളെക്കുറിച്ച്, അതെങ്ങനെ വന്നു, അതെങ്ങനെ അവിടെ കെട്ടിയാടിക്കാൻ ഇടയായി എന്നെല്ലാമുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിനകത്തുണ്ട്. കൈരളി പുസ്തകമാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഏറ്റവും ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള മറ്റൊരു പുസ്തകം പഴശ്ശി തില്ലങ്കേരി നമുക്കായി ചോര ചിന്തിയവർ എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകം 1940-കൾക്ക് ശേഷം 48 വരെയുള്ള 8 വർഷം കാലയളവിൽ നമ്മുടെ മട്ടന്നൂരിലും പരിസര പ്രദേശത്തുമായി, പ്രത്യേകിച്ച് പഴശ്ശിയും അതുപോലെ തില്ലങ്കേരിയുമായി നടന്നിട്ടുള്ള കർഷക പോരാട്ടങ്ങളുടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഒരു ചരിത്രമാണ്. അത് ഒരു സാങ്കല്പിക കഥയാണ്. അതിനുവേണ്ടി ഒരുപാട് ദീർഘ കാലത്തെ, ഞാൻ ചെയർമാനായിരിക്കുന്ന കാലത്തിന് മുമ്പ് തന്നെ ഒരുപാട് ആളുകളുമായി അഭിമുഖം നടത്തുകയും വലിയ തോതിൽ ആ കാലഘട്ടത്തിലെ ജനീകം പോലുള്ള, മാതൃഭൂമി പോലുള്ള, അതുപോലെ ദേശാഭിമാനി പോലുള്ള പത്രസ്ഥാപനങ്ങളിൽ ആ കാലഘട്ടത്തിലെ പത്രങ്ങളൊക്കെ പോയി അന്വേഷിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന പുസ്തകത്തിന്റെ കോപ്പി ഇവിടെ നിരത്തി വെച്ചിട്ടുള്ള പുസ്തക ശാലകത്ത് കോപ്പി കിട്ടാൻ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ കാലഘട്ടത്തിൽ ആ പോരാട്ടങ്ങളിൽ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും അതിനുശേഷവും അണിനിരന്നിട്ടുള്ളവർ, അത് വെറും രക്തസാക്ഷികളായിട്ടുള്ള ആളുകളെ കുറിച്ച് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ത്യാഗപൂർവമായ ആ സമരങ്ങളിൽ പങ്കെടുക്കുകയും മർദ്ദനമേൽക്കുകയും തടവ് ശിക്ഷ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ആ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒടിപിടിച്ചു കിടക്കുന്ന രേഖാ സഞ്ചയങ്ങളുടെ ഇടയിൽ നിന്ന് 100-300ഓളം ആളുകളുടെ ജയിലിൽ കിടന്നവരുടെ ഒരു പേരും, അവർ ഏത് കാലത്ത് അവിടെ പോയി, എന്തായിരുന്നു അവരുടെ പേരുള്ള കേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരാമർശിക്കുന്ന ഒരു അനുബന്ധം ഉൾപ്പെടെ ആ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതും നല്ലതുപോലെ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇപ്പോഴത്തെ കോപ്പികൾ അവിടെ വിൽക്കാൻ വാങ്ങാൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ എൻ്റെ ചരിത്രപരമായ പ്രവർത്തനം എന്ന് പറയുന്നത് പഴശ്ശിരാജാവിനെ കുറിച്ചുള്ള പുസ്തകമാണ്. അതും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ചിന്തയാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, പഴശ്ശിരാജാവിനെ കുറിച്ച് നമുക്ക് ഇന്ന് ധാരാളം വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള ധാരാളം ഗ്രന്ഥകാരന്മാരുണ്ട്. ആദ്യത്തെ ഗ്രന്ഥകാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് സർ വില്യം ലോഗനാണ്. അദ്ദേഹത്തിന്റെ മലബാർ മാനുവൽ എന്ന് പറയുന്ന പ്രഖ്യാതമായിട്ടുള്ള ചരിത്ര ഗ്രന്ഥത്തിനകത്ത് കേരളവർമ്മ പഴശ്ശിരാജാവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കോളനി വിരുദ്ധ പോരാട്ടങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വങ്ങളെ കുറിച്ചും എല്ലാം സവിസ്തരമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിനുശേഷം കുറെ കൂടി വിപുലമായി കോഴിക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ KK കുറുപ്പ് കേരളവർമ്മ പഴശ്ശിരാജയെ കുറിച്ച് മറ്റൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം അത്യന്തം വിലപ്പെട്ട പുസ്തകമാണ്. ഈ 2 പുസ്തകങ്ങളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിലെ ഭാഷാ പണ്ഡിതന്മാരിൽ ഒരാളായിട്ടുള്ള അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, മരിച്ചുപോയി, ഡോക്ടർ സ്കറിയ. അദ്ദേഹം ജർമ്മനിയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്കോളർഷിപ്പിന്റെ ഭാഗമായി അവിടെ ചെല്ലുകയും ട്യൂബിംഗൺ സർവകലാശാലയിൽ അവിടെ ചെല്ലുകയും ആകസ്മികമായി ഒരു കൂട്ടം ചാക്കുകെട്ടുകളിലായി
ഇങ്ങനെ കിടക്കുന്നതായിട്ടുള്ള ഒരു രേഖാ സമുച്ചയം അദ്ദേഹം കാണുകയും ചെയ്യുന്നത്. ആ രേഖാ സമുച്ചയം ഈ പഴശ്ശിരാജാവിന്റെ കാലഘട്ടത്തിൽ, കേരളവർമ്മ പഴശ്ശിരാജാവിന്റെ കാലഘട്ടത്തിൽ പഴശ്ശിരാജാവും അന്നത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരികളും അതുപോലെ അന്നത്തെ നാട്ടുപ്രമാണിമാരും മറ്റും പിന്നെ ഇവിടെ എഴുതിയിട്ടുള്ള കമ്പനിക്ക് എഴുതിയിട്ടുള്ള ഒരുപാട് കത്തുകളാണ്. ഒരുപാട് രാജാക്കന്മാർ എഴുതിയിട്ടുള്ള കത്തുകളുണ്ട്. ആ കത്തുകൾ അദ്ദേഹം അവിടെ നിന്ന് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് തന്റെ ശിഷ്യനായിട്ടുള്ള ഡോക്ടർ ജോസഫ് സ്കറിയെ ഏൽപ്പിക്കുകയും അദ്ദേഹം അത് എഡിറ്റ് ചെയ്യുകയും അദ്ദേഹം 2 പുസ്തകങ്ങളായി DC ബുക്സിനെ കൊണ്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പുസ്തകങ്ങളുടെ പേര് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. തലശ്ശേരി രേഖകളും പഴശ്ശി രേഖകളൊന്നുമാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിനകത്തുള്ളത് ഏതാണ്ട് 660 വരുന്ന കത്തുകളാണ് അതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. എളുപ്പമില്ല കത്തുകൾ വായിക്കേണ്ടത്. ഇന്നത്തെ ഭാഷയിലില്ല. 200 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ മലബാറിലെ മലയാള ഭാഷ എങ്ങനെയാണോ ആ രീതിയിലാണ് ആ കത്തുകൾ എന്നുള്ളത്. നിങ്ങൾ ആ കത്തുകളിൽ കുറെ 58ഓളം കത്തുകൾ ഞാൻ എൻ്റെ പുസ്തകത്തിന്റെ അനുബന്ധമായി ആ കത്തുകളെ വിശകലനം ചെയ്തുകൊണ്ടാണ് കൂടിയാണ് ഞാൻ ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭാഗം ആ കത്തുകൾ കൂടി അനുബന്ധമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും അത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പൊ കേരളവർമ്മ പഴശ്ശിരാജാവിനെ കുറിച്ച് ഈ വില്യം ലോഗൻ എഴുതിയിട്ടുള്ള മലബാർ മാനുവലിൽ നിന്നും വ്യത്യസ്തമായി, അതുപോലെ KK അദ്ദേഹം ഏറ്റവും കൂടുതൽ പരിശ്രമശാലിയായിട്ടുള്ള ഒരു ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഒരിക്കലും ഞാൻ വില കുറച്ച് കാണുന്നില്ല. അദ്ദേഹത്തെയും ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന കത്തുകളെയും കൂടി ധാരാളമായി അവലംബിച്ചുകൊണ്ടാണ് ഞാൻ ഈ കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കത്തുകളൊഴികെയുള്ള ബാക്കിയുള്ള ഭാഗം നമുക്ക് വായനാ സുഖമുള്ള ഒരു ഭാഗമാണ്. ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ ഒരു പഴയകാല ചരിത്രത്തെ കുറിച്ചൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു അനുബന്ധ പഠന ഗ്രന്ഥമായി ഈ പുസ്തകത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ കരുതിയാൽ പോരല്ലോ, തീർച്ചയായിട്ടും അത് ഞാൻ കരുതിയാൽ പോരല്ലോ, അത് കരുതേണ്ടവർ കരുതണ്ടേ. അത്രത്തോളം ഒക്കെ ഉണ്ടോ അതിന് പ്രാധാന്യം എന്ന് എനിക്ക് പറയാനാവില്ല. വായിച്ചവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാനാവൂ. തീർച്ചയായിട്ടും ചരിത്രപരമായി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷ് പറഞ്ഞെടുക്കുന്ന തന്നെ ചോദിക്കുകയാണ്. 2 വ്യക്തികളൊന്നും വില്യം ലോഗനും മറ്റൊന്ന് സ്കറിയ. വില്യം ലോഗൻ നമ്മുടെ മലബാറിലെ കളക്ടറായിട്ട് വന്നപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ എല്ലാ കളക്ടർമാരോടുള്ള നിർദ്ദേശം ആ കളക്ടറുടെ കീഴിലുള്ള പ്രദേശത്തിന്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, ജനങ്ങള്, കൃഷി തുടങ്ങിയ സമഗ്രമായ ഒരു രേഖ തയ്യാറാക്കുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് മാനുവൽ എന്ന നല്ല പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം നമുക്ക് ലഭിച്ചത്. ഡോക്ടർ സ്കറിയ ട്യൂബിജൻ യൂണിവേഴ്സിറ്റിയിൽ തന്റെ സ്കോളർഷിപ്പിന്റെ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരാനിരിക്കുമ്പോഴാണ് ഒരു സെമിനാർ ഹാളിൽ ചാക്കുകെട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചില കടലാസുകളിൽ മലയാള ലിപി കാണുന്നു. അത് തന്റെ സഹപ്രവർത്തകരായി സംസാരിക്കുകയും ആ ചാക്കുകെട്ട് മുഴുവൻ അഴിച്ച് പരിശോധിക്കുമ്പോഴാണ് വളരെ മാഷുടെ പറഞ്ഞതുപോലെ വിലമതിക്കാനാവാത്ത ഒരുപാട് ലേഖനങ്ങള്, ഒരുപാട് എഴുത്തുകൾ കണ്ടെത്തുന്നു. അവിടെ അദ്ദേഹത്തിന്റെ വിസ കാലാവധി വീട്ടിൽ കൊടുക്കുകയും യൂണിവേഴ്സിറ്റിയിലെ വളരെ സീനിയറായ ഡോക്ടർമാരും ഗവേഷകരുടെയും നേതൃത്വത്തിൽ വലിയ താല്പര്യത്തോടുകൂടി അത് തലശ്ശേരി രേഖകളും പഴശ്ശേരികളും ഒക്കെ ആയിട്ട് മാറ്റുന്നതെന്ന് ഒരു ഫോട്ടോ സെഷൻ വിഷയത്തിന് അവിടെ കൊണ്ടുപോകുന്നതാണ് സ്കറിയ പറയുന്നത്. അവിടെ ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടർ സ്കറിയ ജോസഫ് സ്കറിയനെ കൂടി കൂട്ടി ഈ നമ്മുടെ നാടിന്റെ ചരിത്രത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന ഗ്രന്ഥശേഖരങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് വിമാനത്താവളത്തിൽ നിന്ന് വലിയ തോതിൽ കസ്റ്റംസ് ചെയ്യുന്ന ഈ ഗ്രന്ഥത്തിന്റെ ലഗേജിൽ ചുമത്തിയെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു. ചരിത്ര രചനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നമ്മുടെ സംവിധാനം, പൊതുസമൂഹം, സർക്കാർ സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം, യഥാർത്ഥമായ ചരിത്രം, ഇന്നെന്താ പറയാ, ആ ചരിത്രത്തെ തിരുത്തിക്കുന്നതിന് വേണ്ടി, ചരിത്രത്തെ ഒരുപക്ഷെ മറ്റു
മറ്റു പലതിൻ്റെയും അധികാര രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനു വേണ്ടിയുള്ള വർഗീയതയുടെയോ മതത്തിൻ്റെയോ ഒരു ഉപകരണമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് ഈ പറയുന്ന കത്തുകൾ മുഴുവൻ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസിൽ നിന്നും ആരാണ് ജർമ്മനിയിലേക്ക് ട്യൂറിംഗൻ സർവകലാശാലയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മുടെ മലയാള ഭാഷക്ക് ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ള ഒരു നിഘണ്ടു തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ മലയാള ഭാഷയുടെ ഭാഷാ ചരിത്രത്തിൽ നമുക്ക് വിലമതിക്കാനാവാത്ത ഒരു സംഭാവനയാണ് ഡോക്ടർ ഗുണ്ടർക്കിന്റെ സംഭാവന. അദ്ദേഹത്തിന്റെ നിഘണ്ടു ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. ആ നിഘണ്ടുകാരനായിട്ടുള്ള ഡോക്ടർ ഗുണ്ടർക്കാണ് ഈ കത്തുകൾ മുഴുവൻ തന്നെ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി അവിടുത്തെ ആ സർവകലാശാലയെ ഏൽപ്പിച്ചത്. ആ കത്തുകൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ കച്ചവടി പാട്ടുകളിൽ ആരോപച്ചേക്കവരുടെയും ഉണ്ണിയാർച്ചയുടെയും അതുപോലെ ചന്തുവിന്റെയും ഒക്കെയുള്ള ആ കച്ചവടി പാട്ടുകൾ കൂടി അദ്ദേഹം കൊണ്ടുപോയിട്ടുള്ള ഈ രേഖാ സമുച്ചയത്തിനകത്ത് ഉണ്ടായിരുന്നു. പയ്യന്നൂർ പാട്ടുകൾ ഉണ്ടായിരുന്നു. ആ കച്ചവടി പാട്ടുകളും അതുപോലെ പയ്യന്നൂർ പാട്ടുകളും എല്ലാം അദ്ദേഹം അവിടെ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരികയും അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മലയാള ഭാഷക്ക് ഗുണ്ടർക്ക് വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്, ചരിത്രത്തിന് വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സ്കറിയാസ് കറിയയും അതുപോലെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ജോസഫ് സ്കറിയാസ് സാറും വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ ജീവിതം എങ്ങനെയായിരുന്നു, കോളനി വാഴ്ച എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ആ രാജ്യത്തിലെ ജനങ്ങൾ, കൃഷിക്കാർ, അതുപോലെ മണ്ണിൽ പണിയെടുക്കുന്നവർ, വ്യത്യസ്ത സമുദായക്കാരായിട്ടുള്ള ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് കഴിഞ്ഞു കൂടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വളരെയേറെ പഴശ്ശിയെയും ടിപ്പുവിനെയും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിലല്ല ഈ രണ്ട് ചരിത്ര പുരുഷന്മാരെയും നമ്മൾ കണ്ടിട്ടുള്ളത്. പഴശ്ശി ഒരു ഘട്ടത്തിൽ ടിപ്പുവിനെതിരായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ചേർന്നുകൊണ്ട് ടിപ്പുവിനെ മലബാറിൽ നിന്ന് ആട്ടി ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ യുദ്ധങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. അതിനെന്താ കാരണം? തന്റെ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസങ്ങളെയും ധർമാചാരങ്ങളെയും അതുപോലെ തന്നെ തന്റെ രാജ്യത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കാൻ കോട്ടയം എന്ന രാജ്യത്തേക്ക് കടന്നു മലബാറൊന്നും അദ്ദേഹത്തിന്റെ വിഷയമേ. കോട്ടയം എന്ന ഈ രാജ്യത്തിനകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വിദേശി എന്നുള്ള ഒരു മുദ്ര കുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ ആട്ടിയോടിക്കുന്നതിന് വേണ്ടിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം അത് അദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹം പഴശ്ശിരാജാവ് ടിപ്പു സുൽത്താൻ കമ്പനിയുടെ ഈ സഹായം സ്വീകരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ദേശീയ ബോധമൊന്നും വളർന്നു വന്നിട്ടില്ല. ഇന്നത്തെ ഇന്ത്യ രാജ്യമുണ്ടോ? ഇന്നത്തെ കേരളമുണ്ടോ? ഇന്നത്തെ സംസ്ഥാനങ്ങളുണ്ടോ? കേരളം തന്നെ എത്ര ചെറു ചെറു പ്രദേശങ്ങളായിട്ടാണ് കിടക്കുന്നത്. ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് അവരുടെ പ്രദേശമാണ് അവരുടെ ദേശീയത എന്ന് പറയുന്നത്. പഴശ്ശിരാജാവിനും അങ്ങനെ തന്നെ ആ ദേശീയതയുടെ മാനദണ്ഡത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ടിപ്പുവിനെതിരായി യോജിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത്. അവസാനം 1792 ശ്രീരംഗപട്ടണത്ത് വെച്ചുള്ള സന്ധിയിലൂടെ മലബാർ കമ്പനിക്ക് വേണ്ടി യുദ്ധത്തിൽ പരാജയപ്പെട്ട ടിപ്പു എഴുതി കൊടുക്കുമ്പോൾ കോട്ടയം ഉൾപ്പെടെ അതിനകത്ത് വരികയാണ്. അങ്ങനെ ടിപ്പു മൈസൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്നു. എന്നാൽ പഴശ്ശിരാജാവിന് തനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കരാർ അനുസരിച്ച് ടിപ്പുവിനെ തോൽപ്പിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നതിനുള്ള സഹായം, ആ സഹായത്തിന് പ്രതിഫലമായി തന്റെ കോട്ടയം രാജ്യം തനിക്ക് വിട്ടുതരണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ, ആവശ്യത്തെ, ന്യായമായ ആവശ്യത്തെ കമ്പനി അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണ് നീണ്ട 10 വർഷക്കാലത്തെ ഒരു യുദ്ധത്തിലേക്ക്, ഒരു ഒളിയുദ്ധത്തിലേക്ക് വയനാട്ടിലെ കുറിച്ചിനെയും അതുപോലെ ഈ കോട്ടയം രാജ്യത്തിലുള്ള മലബാറിലുള്ള എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളെയും അണിനിരത്തിക്കൊണ്ട്
ദീർഘമായ പോരാട്ടത്തിന് പഴശ്ശി നേതൃത്വം കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് പഴശ്ശിയെ സഹായിക്കാൻ മലബാറിൽ നിന്ന് തന്നെ ആട്ടിയോടിക്കാൻ നേരത്തെ കോപ്പ് കൂട്ടിയിട്ടുള്ള പഴശ്ശിയെ സഹായിക്കാൻ ടിപ്പു സുൽത്താൻ വരുന്നുണ്ട്. ആയുധങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരി വഴി, കങ്കണക്കോട്ട വഴി തന്റെ കില്ലിദാർമാരെ അയച്ചു കൊടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് കർണാടക പട്ടാളക്കാരെ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ടിപ്പു എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പഴശ്ശി രാജാവിന്റെ പ്രതിനിധികളായിട്ടുള്ള എടച്ചല കുങ്ങനെയും അതുപോലെ വള്ളൂർ എമ്മനെയും മറ്റും അദ്ദേഹം തന്റെ കൊട്ടാരത്തിൽ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ വലിയ ഒരു സൗഹൃദമാണ് യഥാർത്ഥത്തിൽ പിന്നീട് പഴശ്ശി തമ്പുരാനും അതുപോലെ ടിപ്പു സുൽത്താനും തമ്മിൽ നടക്കുന്നത്. 1799 മെയ് മാസം 4-ാം തീയതിയല്ലേ ടിപ്പു സുൽത്താനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശ്രീരംഗപട്ടണത്ത് വെച്ച് കൊല്ലുന്നത്. ഒരുപക്ഷെ ആ കൊല്ലൽ നടക്കുമായിരുന്നില്ല. എങ്ങനെയെന്നറിയോ? എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ കോട്ടയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള, അത് ഈ കത്തുകളിലാണുള്ളത് ആ സംഭവം. ആ കണ്ണൂർ കോട്ടയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം നമ്മുടെ മട്ടന്നൂർ വഴി വയനാട്ടിലേക്ക് മൈസൂരിലേക്ക് പോകുന്നതിനെ തടസ്സപ്പെടുത്താൻ പഴശ്ശി രാജാവിന്റെ സഹായം ലഭിക്കുന്നതിനു വേണ്ടി പഴശ്ശി രാജാവിന്റെ പ്രതിനിധിയായിട്ടുള്ള വള്ളൂർ എമ്മനെ അയക്കണം എന്ന് ടിപ്പു സുൽത്താൻ ആവശ്യപ്പെട്ടപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സമയമാവുമ്പോ വള്ളൂർ എമ്മനെ സൂത്രത്തിൽ കേണൽ വെല്ലസ്ലി എന്ന് പറയുന്ന സേനാനായകൻ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തെ സ്വാധീനിച്ച് കമ്പനി പക്ഷത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. വള്ളൂർ എമ്മൻ ഒരുപക്ഷെ അന്ന് മൈസൂരിലേക്ക് പോയിരുന്നുവെങ്കിൽ കോട്ടയത്തിന്റെ സൈന്യങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യങ്ങളെ മട്ടന്നൂരിൽ വെച്ച് പ്രതിരോധിക്കാൻ ഉണ്ടാകുമായിരുന്നു. 1799 മെയ് മാസം 4-ാം തീയതി നടക്കുന്ന ടിപ്പുവിന്റെ പതനം, ടിപ്പുവിനെ ജീവനെടുക്കുന്നത് ഒരുപക്ഷെ അന്ന് നടക്കുമായിരുന്നില്ല, പിന്നീട് ഏതെങ്കിലും ഒരവസരത്തിലായിരിക്കുമായിരുന്നു അത് നടക്കുക. അതുകൊണ്ട് ഒരുപാട് ഒരു ചരിത്ര തനിയാണ് നമ്മുടെ തലശ്ശേരി രേഖകളും പഴശ്ശി രേഖകളും എന്ന് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ഒരു ചോദ്യം കൂടി ചരിത്രരചന ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ചരിത്രരചന അതുപോലെ സർഗാത്മക രചനകൾ രണ്ട് തലത്തിലാണ്. ചരിത്രരചനയുടെ സർഗാത്മക ശൈലി പ്രയോഗിക്കുമ്പോഴാണ് വായനക്കാർക്ക് കൂടുതൽ വായിക്കാനുള്ള ഒരു സുഖം, ചരിത്രത്തോട് താല്പര്യമില്ലാത്തവർക്ക് കൂടി വായിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുക. മാഷിന്റെ രചനാ ശൈലി എങ്ങനെയാണ്? എന്റെ രചനാ ശൈലിയെ കുറിച്ച് ഞാനാണ് പറയുന്നത്, വായനക്കാരത്തെ പറയുന്നത്. അവർക്കത് ഇഷ്ടപ്പെട്ടോ? കഥകൾ എഴുതുന്ന സമയത്ത് ഞാൻ സ്വീകരിക്കുന്ന ഒരു ശൈലി ധാരാളമായി ഗ്രാമ്യ ഭാഷ. അതായത് ഞാനൊക്കെ ജനിച്ചു വളർന്ന് വരുന്ന കാലത്ത് ഞാൻ പരിചയിച്ചിട്ടുള്ള നാട്ടുകാർ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയാണ് ഞാൻ എൻ്റെ കഥകൾക്കകത്ത് ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ളത്. അതെൻ്റെ 2 കഥാസമാഹാരമാണ് ഉള്ളത്. ഒന്ന് മേലേരിയാണ്, മറ്റൊന്ന് കഥ പറയുന്ന പുളിവരം എന്ന് പറയുന്ന മറ്റൊരു പ്രാദേശികതയായി പോകുന്നു. പ്രദേശത്തിനപ്പുറത്തേക്ക് ഇപ്പം മലബാറത്തിൽ ഒരുപാട് ഭാഷാഭേദങ്ങളുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് ഞാൻ കാണുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കൂട്ടം പുതിയ സാഹിത്യകാരന്മാർ എന്താണ് ചെയ്യുന്നത്? അവരുടെ പ്രദേശത്തെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ നാടിന്റെ ചരിത്രത്തെയും നാടിന്റെ ജീവിത രീതികളെയും മറ്റു പലരിൽ നിന്നും ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ രാജശ്രീ നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ മലയാള ഭാഷയിൽ വലിയ തോതിൽ വായനക്കാരുടെ ഇടയിൽ സ്ഥാനം നേടിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് രാജശ്രീ. അവരുടെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് കല്യാണിന്റെയും ദാക്ഷായണിയും കല്യാണിയുടെയും കഥ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അവരുടെ പ്രദേശം എന്ന് പറയുന്നത് പറശ്ശിനിക്കടവാണ്. ആ പറശ്ശിനിക്കടവ് പറശ്ശിനിക്കടവിലെയും അല്ലെങ്കിൽ ആ പ്രദേശത്തെ കണ്ണൂർ പ്രദേശത്തെയും പ്രാദേശിക ഭാഷയാണ് ആ നോവലിനകത്ത് നമുക്ക് ഉടനീളം വായിക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ അവരെഴുതിയിട്ടുള്ള ആത്രേയം എന്ന് പറയുന്ന പുസ്തകം ഒരു ആ തരത്തിലുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു പുസ്തകമല്ല. നമ്മുടെ മഹാഭാരത കഥയാണ്. ശിഖണ്ഡിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട്
അവരെഴുതിയിട്ടുള്ള ഒരു ശിഖണ്ഡിയുടെ പേര് അവർ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും അതിമനോഹരമായിട്ടുണ്ട്. ഒരു പക്ഷേ എം.ടിയുടെ രണ്ടാം മൂലത്തെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ നമുക്ക് വലിയ ആവേശത്തോടു കൂടി വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ആഗ്രഹം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് എഴുത്തുകാരൊക്കെ ഇന്ന് ഈ തരത്തിലുള്ള ഒരു രീതി പിന്തുടരുന്നുണ്ട്. എനിക്കും അത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത്തരം ഒരു രീതി എൻ്റെ കഥകളിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മുടെ വായനക്കാരത് ക്ഷമിക്കണം, അതെൻ്റെ ഒരു ശൈലിയായി പോയി എന്നാണ് പറയാൻ. പ്രാദേശിക ചരിത്ര രചനയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിന് പിറകിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ഓരോ പ്രദേശത്തിന്റെയും ചരിത്രം വെളിച്ചത്ത് കൊണ്ടുവരിക അത് മാത്രമല്ല, ഓരോ പ്രദേശത്തിനും സ്വന്തമായ ഒരു ഭാഷാ ശൈലി, പദസമ്പത്ത് അതുകൂടി പ്രകാശിതമാക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ്. അങ്ങനെ നോക്കപ്പെടും ഒരു പ്രദേശത്തിന്റെ ചരിത്രത്തെ അതിന് പ്രകാശിതമാക്കുക, മറ്റൊന്ന് പ്രദേശത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ചില ഭാഷകൾ, ചില വാക്കുകൾ അതുകൂടി പരിചയപ്പെടുത്തുക. ഈ രണ്ട് തലങ്ങളിലും പൂർണ്ണമായിട്ടും വിജയം തന്നെയാണ് എന്നതാണ് ഒരു വായനക്കാരൻ എന്ന രീതിയിൽ എൻ്റെ എളിയ കഥകൾ, മാഷയുടെ രചനകൾ. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ സമയമാണ് അവർക്ക് ചോദിച്ചത്. നമസ്കാരം. ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്ന രണ്ടാളും നമുക്കറിയാം പദ്യപ്രത്യാശ, നമുക്ക് ദൈവം തന്ന നന്മകളാണ് രണ്ടും. ചെറിയ സമയത്തിനുള്ളിൽ രണ്ടാളും അങ്ങനെ ഒരു 15 കൊല്ലത്തെ പുസ്തകം വായിച്ചാൽ ഈ അറിവ് കിട്ടൂല. പ്രത്യേകിച്ച് നമുക്കറിയാം ഭാസ്കർ മാഷ ഓരോ ഇടപെടലുകളും വളരെ കറക്റ്റായിരിക്കും. പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയും. രണ്ടാളും തന്നെ ഇഷ്ടമാർ അങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരുപാട് സ്ഥലത്ത് പങ്കെടുത്തിട്ട് ഇതിന് ജീവിതത്തിൽ ഒരുപാട് ചിന്തിക്കാനും അനുഭവത്തിൽ പഠിക്കാനുണ്ട്. ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ നമ്മളെ കണ്ണൂരിലേക്കും മറ്റന്നൂരിനും നമ്മുടെ പ്രദേശത്ത് കിട്ടിയിട്ട് നമ്മളെ ഭാഗ്യമാണ്. ഇവർക്ക് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും നമ്മൾക്ക് ഒരുപാട് നന്മകൾ പറഞ്ഞു തരാനും നമ്മളെ നേർവഴിക്ക് നയിക്കാനും ഈ മഹാ വ്യക്തികൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ചില തിരക്കുകൾ കൊണ്ടാണ് വരാതിരുന്നത്. ഏതായാലും എം.ഇ.ഡിയോടും നിങ്ങൾ ഓരോരുത്തരുമുള്ള കൃതജ്ഞത രേഖപ്പെടുന്നു. നമസ്കാരം. ഇത്തരമൊരു സദസ്സിൽ ഞാൻ സംസാരിക്കേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു മുന്നൊരുക്കത്തോടുകൂടിയല്ല വന്നത്. എന്നെ സഹായിച്ചത് നമ്മുടെ ഈ മേഖലയിൽ ഒരു വലിയ പ്രാഗൽഭ്യം ഉള്ള കൃഷ്ണകുമാർ കണ്ണത്തോടെ ഇരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് എന്നിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ പുറത്തെടുക്കാൻ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ട്.